യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ഞാൻ വായിക്കാൻ പോകുന്നത് സങ്കീർത്തനം 77 എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക, അനുഗ്രഹം പ്രാപിക്കുക. ഞാൻ എൻ്റെ ശബ്ദമുയർത്തി ദൈവത്തോട് തന്നെ നിലവിളിക്കും. ഇത് സംഗീത പ്രമാണിക്ക് യദുധൂന്യ രാഗത്തിൽ ആസാഫിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ആസാഫിൻ്റെ ഒരു ദൈവത്തോടുള്ളൊരു വിഷമങ്ങളാണ്. എപ്പോഴോ ഒരു വിഷമമുണ്ടായി. അത് ചെറിയൊരു വിഷമമെന്നല്ല, ഒരുപാട് എന്താ പറയുക, നമുക്കൊരു ഒരു പരിഹാരവുമില്ലാത്തൊരു വിഷമങ്ങൾ എന്ന പോലെ ഏറ്റവും വലിയ, നമുക്ക് ചില സമയങ്ങളിലൊക്കെ അങ്ങനെ ഒരു സംഭവിക്കാറുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ. അതുപോലെ ആസാഫിന് ഒരു വിഷമമുണ്ടായി. അങ്ങനെ ദൈവത്തോട് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം എനിക്ക് ചെവി തരുമെന്ന് ആസാദ് പറയുകയാണ്. അതിന് രണ്ടാമത്തെ വരികൾ നമ്മൾ വായിക്കുമ്പോൾ, കഷ്ടദിവസത്തിൽ ഞാൻ യഹോവയെ അന്വേഷിച്ചു, രാത്രിയിൽ എൻ്റെ കൈ തളരാതെ മലർത്തിയിരുന്നു, എൻ്റെ ഉള്ളം ആശ്വാസം നിരസിച്ചു, ഞാൻ ദൈവത്തെ ഓർത്ത് വ്യാകുലപ്പെടുന്നു. ഇതൊരെന്തോ ഒരു കഷ്ടകാലമായിരുന്നു. ആ സമയത്ത് ഞാൻ ദൈവത്തെ വിളിച്ചു, ദൈവമേ എന്തുകൊണ്ടാണ്, കർത്താവേ ഹല്ലേലൂയ, സ്തോത്രം. വ്യാകുലപ്പെടുകയാണ്. എന്താണ് എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത്? എന്തിനാണ് എന്നെ ഈ വഴികളിലൂടെ നടത്തിക്കുന്നത്? ദൈവമേ, ഒരു നിലവിളിയുണ്ടല്ലോ നമ്മൾ. അതിൻ്റെ 4-ാമത്തെ വരി വായിക്കും. നീ എൻ്റെ കണ്ണിന് ഉറക്കം തടുത്തിരിക്കുന്നു, സംസാരിപ്പാൻ കഴിയാതെ വണ്ണം ഞാൻ വ്യാകുലപ്പെട്ടിരിക്കുന്നു. ഞാൻ പൂർവ്വ ദിവസങ്ങളെയും പണ്ടത്തെ സംവത്സരങ്ങളെയും വിചാരിക്കുന്നു. രാത്രിയിൽ ഞാൻ എൻ്റെ സംഗീതം ഓർക്കുന്നു, എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ ധ്യാനിക്കുന്നു, എൻ്റെ ആത്മാവും ശോധന കഴിക്കുന്നു. ഞാൻ പണ്ട് പിറന്ന വിഷമങ്ങളുണ്ടാകുമ്പോൾ ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പെട്ടെന്ന് എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ നല്ലൊരു വഴിയിൽ കൊണ്ട് നടത്തിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തു പറ്റി? എൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു തെറ്റിലേക്കൂടെ ഞാൻ പോയിട്ടുണ്ടോ എന്ന് സ്വയം ശോധന കഴിക്കുകയാണ് ആസാദ്. കർത്താവ് എന്നേക്കും തള്ളിക്കളയും. കണ്ടില്ലേ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പേര് പിന്മാറ്റത്തിലൂടെ പോയിട്ടുണ്ട്. ആദ്യം നല്ല വിശ്വാസത്തിൽ വന്ന് ദൈവം കുറേ അനുഗ്രഹങ്ങൾ കൊടുത്ത്, അല്ലേ, നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ദൈവം അനുഗ്രഹങ്ങൾ വാരിക്കൊടുക്കുന്നു. പിന്നത്തേതിലും കഴിയുമ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോൾ അപ്പോൾ കഴിഞ്ഞതൊന്നും നോക്കില്ല. അന്നേരമാണ് നമ്മൾ ചിന്തിക്കുന്നത്, ദൈവം ഉണ്ടോ, അല്ലേ? അപ്പോൾ നമ്മൾ ഇത് വായിക്കുമ്പോൾ ആസാദ് ചിന്തിച്ച ഈ സമയം വരെ നമ്മുടെ ചിന്തകളും പോകും തീർച്ചയായിട്ടും. ആസാഫ് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആസാഫ് ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെയായിരുന്നു: എൻ്റെ പ്രാർത്ഥന എനിക്ക് കേൾക്കുമോ? ഞാനിനി എന്ത് ചെയ്യും? ദൈവവും കൈവിട്ട് കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ദൈവം കൈവിട്ട് കഴിഞ്ഞാലുള്ളൊരു അവസ്ഥ ഒന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അതാണ്, ദൈവം നമ്മളെ കൈവിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഡിപ്രഷൻ അടിച്ച് ഒരു മാനസിക അവസ്ഥയിലോട്ടെത്തും. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെയാണ് പിന്മാറ്റത്തിലൂടെ ആ പഴയ പാപത്തിൽ കിടന്ന ജീവിതത്തിലൂടെ വീണ്ടും തെന്നി മാറിപ്പോകുന്നത്. ആസാഫ് ഇവിടെ വരെ ചിന്തിച്ചു. ഈ
ചിന്ത വരെ നമ്മളും ഇന്ന് പിന്മാറിപ്പോയവരും ചിന്തിച്ചിരുന്നു. ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും അല്ലേ? ആദ്യം നമ്മൾ ചിന്തിച്ചു. അപ്പോൾ കഷ്ട ദിവസത്തിൽ വിളിച്ചു, ഞാൻ ഉറങ്ങാതെ ദൈവത്തിന് പ്രാർത്ഥിച്ചു. എൻ്റെ കൈ തളരാതെ ഞാൻ പ്രാർത്ഥിച്ചു. ദൈവം എന്തുകൊണ്ട് കേട്ടില്ല അല്ലേ? അപ്പോൾ അടുത്ത വരി നമ്മൾ വായിക്കുകയാണ്. അവൻ്റെ വാഗ്ദാനം തലമുറ തലമുറയോളം ഇല്ലാതായിപ്പോയോ? ദൈവം കൃപ കാണിപ്പാൻ മറന്നിരിക്കുന്നു. അവൻ കോപത്തിൽ തൻ്റെ കരുണ അടച്ചു കളഞ്ഞിരിക്കുന്നു അല്ലേ? ദൈവം കോപിച്ചോ അല്ലേ? കോപത്തിൽ എൻ്റെ കരുണ അടച്ചു കളഞ്ഞിരിക്കുന്നു. ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇവിടെ വരെ നമ്മൾ എന്താ പറയുക, പിന്മാറിപ്പോയവരൊക്കെ ഇവിടെ വരെ അസാധ് ചിന്തിച്ചവരെ ചിന്തിക്കും 9 വരെ. അതിനപ്പുറത്തോട്ട് കടന്നു പോല. അതിൻ്റെ അപ്പുറമാണ് ആസാദ് ചിന്തിച്ചത്. അതാണൊരു ഭക്തൻ, യഥാർത്ഥ ഭക്തൻ ബലപ്പെടുന്നത് എങ്ങനെയെന്ന് ഈ വചനത്തിൽ. ഇതാണ് ഇന്നത്തെ ദൂത്. നിങ്ങളെങ്ങനെ ബലപ്പെടും? നമ്മളെങ്ങനെ ബലപ്പെടും? നമ്മളൊരു വല്ലാത്തൊരു വിഷമത്തിലാണ്. വിഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും തീർക്കാൻ പറ്റാത്തൊരു വിഷമത്തിൽ ദൈവം നമ്മളെ കൈവിട്ടു അല്ലേ? ഒരു ആദ്യമായിട്ട് ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിലോട്ട് വന്ന് സാക്ഷ്യങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടി പിന്നീട്ടത്തോട് ലാസ്റ്റ് എത്തുമ്പോഴത്തേക്ക് എന്താ പറയുക, ദൈവത്തിനോട് പ്രാർത്ഥിച്ച് പക്ഷേ ദൈവത്തിനോട് പ്രാർത്ഥിച്ചത് ഒന്നും കേൾക്കാതെ ദൈവം നിൽക്കുന്നില്ല നമ്മൾ കരുതുന്നു. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് കരുതുന്നു. നമ്മൾ ഭയങ്കരമായിട്ടുള്ള വിഷമത്തിലൂടെ പോകുന്നു. അയ്യോ, ദൈവമുണ്ടോ എന്ന് വരെ നമ്മൾ ചിന്തിച്ചു പോകുന്നൊരവസ്ഥ. ആ ചിന്തിച്ചു പോകുന്നൊരവസ്ഥകളിൽ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് തിരിഞ്ഞു നടക്കുന്നവരാണ് ഇന്ന് കാണുന്ന പല പാസ്റ്റർമാരും ഉൾപ്പെടെ പിന്മാറ്റത്തിലൂടെ പോയവർ. എന്തുകൊണ്ട്? ഈ സങ്കീർത്തനം 77 ആരും വായിച്ച് ബലപ്പെട്ടില്ല. നമ്മൾ ചർച്ചകളിൽ ഇതുപോലുള്ള സങ്കീർത്തനങ്ങളാണ് പ്രബോധനം ചെയ്തത്. ഇത് നമുക്ക് 10ാമത്തെ വാക്കുകൾ വായിക്കുമ്പോഴാണ് നമ്മൾ ബലപ്പെട്ടു പോകുന്നത്. എന്നാൽ അതെൻ്റെ കഷ്ടതയാകുന്നു. കണ്ട, അതാണ് പദ്ധതി. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവം എന്നെ കൈവിടില്ല. ഇതാണ് ഇവിടെ ചിന്തിക്കുന്നത്. ഇന്ന് പിന്മാറ്റത്തിലൂടെ പോയവര് ഈ സങ്കീർത്തനത്തിൻ്റെ ആസാഫ് ചിന്തിച്ച് ഈ 10 മുതലുള്ള വാക്യങ്ങളൊന്നും ചിന്തിച്ചില്ല. എന്നാൽ അതെൻ്റെ കഷ്ടതയാകുന്നു, അത്യുന്നതൻ്റെ വലം കൈ വരുത്തിയ സംവത്സരങ്ങൾ തന്നെ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും, നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങൾ ഞാൻ നോക്കും. ഇതാണ്, എന്ത് കഷ്ടത വന്നു കഴിഞ്ഞാലും ദൈവം എന്നെ കൈവിടില്ല, ദൈവം എൻ്റെ കൂടെ ഉണ്ടാവും. ആ ഒരു ഉറപ്പ് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടുകൂടി, പൂർണ്ണ ശക്തിയോടുകൂടി നീ വിശ്വസിച്ചാൽ ദൈവം നിനക്ക് നീതി, നിന്നെ രക്ഷിക്കപ്പെടും. ഇതാണ് നമ്മൾ എങ്ങനെ ശക്തി പ്രാപിക്കുന്നു. ദൈവത്തിൽ മുറുകെ പിടിക്കുക. എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നമ്മളൊരിക്കലും ദൈവം തള്ളിക്കളയില്ല. ഇതൊക്കെ ഒരു പദ്ധതിയിലൂടെ പോകണം. നമ്മൾ എന്താണ് വിഷമങ്ങൾ, നമ്മൾ എന്താണ് കഷ്ടപ്പാടുകൾ നമ്മൾ സഹിക്കുന്നുണ്ടോ, ആ പദ്ധതിയാണ് നമ്മൾ മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൽ യേശുവിൻ്റെ വംശാവലി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതിൽ പല ആൾക്കാരുമുണ്ട്.
രാജാക്കന്മാർ മുതൽ വേശ്യ വരെയുണ്ട്. മനസ്സിലായില്ലേ? കാരണം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് കർത്താവ് എന്ന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് അല്ലേ? ഇതിപ്പോൾ രാജകുടുംബം മാത്രമല്ല കർത്താവിൻ്റെ യേശുവിൻ്റെ കുടുംബം. അത് നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതോട്ടൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും, നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഓർക്കും. ദൈവമേ, നിന്റെ വഴി വിശുദ്ധമാകും. ഇവിടെയാണ് നിന്റെ വഴി വിശുദ്ധമാണ്. ഒരു കുഴപ്പവും അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുകളും നമുക്ക് വരത്തില്ല. നമ്മൾ തള്ളിക്കളയില്ല. വിശുദ്ധമാണ്. നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ? കണ്ടില്ലേ മാസാവ് പറയുന്നത്? എവിടെയാണ് നമ്മൾ ദൈവത്തെ ഫലപ്പെട്ട് നിൽക്കേണ്ടത്? അവിടുന്ന് ആ 9-ാം വാക്യം വായിച്ച് നമ്മൾ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ അവസ്ഥ ആലോചിച്ച് നോക്കുക. നമ്മുടെ അവസ്ഥ ആലോചിക്കണം. നമ്മൾ 9-ാം വാക്യം വരെ ദൈവത്തെ വിളിച്ചു. ദൈവം എന്തേ നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തത്? 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. ദൈവം നമ്മുടെ കൈവിടില്ല. അപ്പോൾ തൃക്കൈ കൊണ്ട് നീ നിന്റെ ജനത്തെ വീണ്ടെടുത്തിരിക്കുന്നു. യാക്കോബിൻ്റെയും യോസേഫിൻ്റെയും മക്കളെ തന്നെ. ദൈവത്തെ വെള്ളങ്ങൾ നിന്നെ കണ്ടു ഭ്രമിച്ചു. ആഴികളും വിറച്ചുപോയി. മേഘങ്ങൾ വെള്ളം ചൊരിഞ്ഞു. ആകാശനാദം മുഴക്കി. നിന്റെ അസ്ത്രങ്ങൾ പരക്കെ പറന്നു. നിന്റെ ഇടിമുഴക്കം ചുഴലിക്കാറ്റിൽ മുഴങ്ങി. മിന്നലുകൾ ഭൂതലത്തെ പ്രകാശിപ്പിച്ചു. ഭൂമി കുലുങ്ങി നടുങ്ങിപ്പോയി. നിന്റെ വഴി സമുദ്രത്തിലും നിന്റെ പാതകൾ പെരുവെള്ളത്തിലുമായിരുന്നു. നിന്റെ കാൽച്ചുവടുകളെ അറിയാതെയും ഇരുന്നു. 20-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അതൊരു പ്രധാനപ്പെട്ടൊരു വാക്യം തന്നെ. ഇതിൻ്റെ ഒക്കെ ഉത്തരമാണത്. മനസ്സിലായില്ലേ? ഈ ആസാഫ് എഴുതിയ സങ്കീർത്തനത്തിലുള്ള വിഷമതകൾ, അതുപോലെ തന്നെ വ്യാകുലപ്പെടലുകൾ, അതുപോലെ തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തിയുള്ള പ്രാർത്ഥനകൾ, അവസാനം അതിൻ്റെയൊക്കെ ഉത്തരം ഈ അവസാനത്തെ 20-ാമത്തെ വരികളിൽ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. ആസാഫ് പറയുന്നുണ്ട്, മോശയുടെയും അഹരോന്റെയും കയ്യാൽ നീ നിന്റെ ജനത്തെ ഒരു ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തി. ഇവിടെയാണ് അതിൻ്റെ ഒരു ഉത്തരം വരുന്നത്. ആദ്യം നമ്മൾ ദൈവം കൈവിട്ടോ, അല്ലെങ്കിൽ എന്താണ് എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത്, തലമുറയോളം ഇനി ദൈവത്തിൻ്റെ കോപമാണോ? അല്ലേ? അവസാനം അതിൻ്റെ ഉത്തരം നമ്മൾക്ക് ഇതിൽ കാണാൻ വേണ്ടി സാധിക്കും. അല്ല, ദൈവം ഒരാട്ടിൻകൂട്ടത്തെ പോലെ നമ്മൾ നടത്തും. നല്ലൊരു ഇടയനാണെങ്കിൽ ഒരാടിന് ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. അല്ലേ? ഒന്നും ഭയപ്പെടേണ്ട. അതാണ്, ഒരു ആട്ടിൻകൂട്ടത്തെ പോലെ നമ്മൾ നടത്തും. ഒരു കഷ്ടതയും നമുക്ക് ഉണ്ടാക്കുകയില്ല, ഒരു ബുദ്ധിമുട്ടുകളും. കാരണം നമ്മൾ പോകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അത് നമ്മുടെ പദ്ധതിയാണ്. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പിന്നത്തേതിലും അനുഗ്രഹമായിട്ട് തീരാൻ വേണ്ടി സാധിക്കും. അതാണ് ഇവിടെ പറഞ്ഞത്, ഒരു ആട്ടിൻകൂട്ടത്തെ പോലെ. ഈ പിന്മാറ്റത്തിൽ പോയവരൊന്നും ഈ 10 മുതൽ 20 വരെ വാക്യങ്ങൾ വായിച്ചിട്ടില്ല. ഇതൊക്കെ നമ്മൾ വായിക്കേണ്ടതാണ്.
ഒരു ആട്ടിൻകൂട്ടത്തെ പോലെ ദൈവം നമ്മുടെ നടത്തും. നമുക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല. ഒരു നല്ല ഇടയനാണെങ്കിൽ ഒരു ആട്ടിൻകുട്ടി, അയ്യോ നാളെ നമുക്ക് പുല്ല് കിട്ടുമോ, അല്ലെങ്കിൽ നമ്മൾ നാളെ എന്നെ ആ കടുവ പിടിച്ച് കൊണ്ടുപോകുമോ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നല്ലൊരു ഇടയനാണെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ കയ്യിൽ സുരക്ഷിതരാണ്. ഇത്രയാണ് ഈ സങ്കീർത്തനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ പല ആളുകളും ജാതികൾക്കിടയിൽ നിന്ന് വന്ന ആളുകളാണ്. ഈ പിന്നീട് ഈ വിശ്വാസത്തിൽ വന്ന് ദൈവത്തെ അറിഞ്ഞ് പിന്മാറിപ്പോകുന്നവർ ഇഷ്ടംപോലെയുണ്ട്. നമുക്ക് ഇനിയും കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഈ സങ്കീർത്തനം 77 തീർച്ചയായിട്ടും എൻ്റെ ഈ പ്രസംഗം ഏതെങ്കിലും പാസ്റ്റർമാർ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ സങ്കീർത്തനം 77 ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യമല്ല, അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. നമ്മൾ ബലപ്പെടുത്തണം. പ്രശ്നങ്ങൾ എന്തുണ്ടാവും, ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണത്. ദൈവം നമ്മളെ ഒരാട്ടിൻകൂട്ടത്തെ പോലെ നടത്തും. നമ്മളെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ സുരക്ഷിതരാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്.